കോട്ടൺ ഫാബ്രിക്കിലെ എംബ്രോയ്ഡറി വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നല്ല മൾട്ടി ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. സ്വീക്വൻസ് വർക്ക് ഉണ്ട്. സിക്സാക് ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വന്നേക്കുന്നത്. അത് നല്ല പീച്ച്, ബ്ലൂ, ഗ്രേ, ബേജ് കളർ, പിങ്ക് കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ സ്വീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം നമുക്ക് സാറ്റൻ സിൽക്കിലും, ദുപ്പട്ട വരുന്നത് നമുക്ക് കോട്ടണിൽ വീവിങ് പാറ്റേൺ ആയിട്ടായിരിക്കും. ഇതിൻ്റെ ടോപ്പ് നമുക്ക് സെയിം ആയിരിക്കും. ബോട്ടത്തിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എല്ലാത്തിലും വരുന്നത്. പല കളേഴ്സാണ് നമുക്ക് ബോട്ടത്തിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവെക്കും. ഫസ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത് നല്ലൊരു സിക്സാക് ഡിസൈനിൽ മൾട്ടി ത്രെഡ് വെച്ചിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് വരും. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ഒരു ലെങ്ത്ത് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്കും നമുക്ക് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട. എന്നിട്ട് സൈഡിൽ നമുക്ക് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് അതിലും വീവിങ് പാറ്റേൺ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. സൈഡിൽ ക്രോഷ്യോയുടെ ഒരു ലേസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഓണിയൻ പിങ്ക് കളറുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പും ദുപ്പട്ടയും സെയിം ആണ്. ബോട്ടത്തിലുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇതിൽ ഗ്രേ കളറുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത സെറ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു ഗ്രീൻ ടോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും സെയിം ആയിട്ട് വന്നിട്ട് ബോട്ടത്തിലുള്ള ഡിഫറൻസേ ഉള്ളൂ. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ലൈറ്റ് പീച്ച് ടോണിൽ വരും. ഇത് നമുക്ക് കോട്ടണിലാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് വരുന്നത്.